ഞാൻ കാസറ്റ് തരൂല നീ കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ എനിക്ക് എമർജൻസി ലൈറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന. എടാ നന്ദിയില്ലാത്തവനെ, എമർജൻസി ലൈറ്റ് കിട്ടാത്തോണ്ട് നിനക്ക് ഗൾഫിൽ നിന്ന് 4 ഗൾഫ് ചട്ടി ഞാൻ കൊണ്ട് തന്നാ. ആ കൊള്ളാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, കറണ്ട് പോകുമ്പോഴേ എമർജൻസിക്ക് പകരം ഈ 4 ചട്ടി 4 സൈഡ് തൂക്കിയിട്ട് കത്തിക്കാം. എടാ നിനക്ക് ടൈഗർ ബാമ്പ് ഞാൻ കൊണ്ട് തന്ന്. ഓ ചട്ടി കത്തുമ്പോ തേക്കാൻ പറ്റിയ സാധനം. നിനക്ക് ഈ നീറുന്ന അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അടേ. എടാ നീ അങ്ങനെ സംസാരിക്കരുത്. നിനക്ക് ഉഗ്രനൊരു ലുങ്കി ഞാൻ കൊണ്ട് തന്ന. അല്ല ഗൾഫ് ലുങ്കി. ആ ലുങ്കിൽ പ്രത്യേകത അറിയോ? ഉടുത്തെന്ന് അറിഞ്ഞുകൂടാ, അതാണ് ലുങ്കി. സത്യം, ഉടുത്തെന്ന് അറിയൂല. ആ ലുങ്കി ഉടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ മഹിളാ സമാജത്തിന് പോയി. ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു. അവന്മാരെല്ലാം കൂടി ഞാൻ തുണിയില്ലാത്ത ഇന്നേന് ഗ്യാസ് കൊടുത്ത് അവസാനം ഈ മഹിളാ സമാജത്തിൽ നിന്ന് ഞാൻ ഉള്ള സമാജവും കൊണ്ട് ഓടി. അത് പോട്ടറാ. നിനക്ക് പോട്ടെന്ന് പറയും, എന്റെ അല്ലേ സമാജം. അങ്ങനെ പറയരുത്. ലുങ്കി പൊളിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് നല്ലൊരു ടോർച്ച് കൊണ്ടുവന്നു. ഓർമ്മയുണ്ടാ? ടോർച്ച് ഇവിടെ നിന്ന് അടിച്ചോ അവിടെ വരെ കാണും. കറക്റ്റ്, ഇവിടെ നിന്ന് അടിച്ചാൽ അവിടം വരെ കാണും. അതുപോലെ തന്നെയായിരുന്നു എവന്റെ ലുങ്കിയും. ടെൻഷനിൽ ഞാൻ ഉടുത്തോണ്ട് നിന്നാലേ അതിന്റെ ഇടയിൽ കൂടെ നോക്കിയാ എന്റെ വീട് കാണാം. ഒരു മാമൻ വന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നു, എടാ നിന്റെ കയ്യിലെ അടിയിൽ കൂടെ എന്താ കാണുന്നത്? നിന്റെ വീട്ടിൽ TV ഇല്ലല്ലോ, എന്നിട്ട് എന്തിനാ ആന്റിനെ കാണണേന്ന്. എടാ ഒരു ചട്ടി ഇട്ടോണ്ട് നടന്നിട്ടാ നിനക്ക്. ആ ചട്ടിയല്ലേ നേരത്തെ എമർജൻസി ഇല്ലാത്തോണ്ട് ഞാൻ കത്തിച്ചു കളഞ്ഞത്. കാസറ്റ് വരൂല.